അച്യുതന്മാരെ വിവരം അറിയിക്കണ്ടേ? പിന്നെ അച്യുതന്മാരെ ഓടേണ്ടത് ഞങ്ങളാ. നിങ്ങളായിരുന്നോ? ഞാൻ വിചാരിച്ചു കാശ് കൊടുക്കാനുള്ളവരും എല്ലാവരും ആയിരിക്കും. അറിഞ്ഞില്ലേ അച്യുതന്മാരെ? ഗുരുവായൂരപ്പം പ്രത്യക്ഷമാവണു. അതിന് നീ ആരാ? കുറൂരമ്മയോ ഗുരുവായൂരപ്പനെ പ്രത്യക്ഷാക്കാൻ? ഇത് കണ്ടോ? നമ്മുടെ ദേവേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോണു. വധശിക്ഷ റദ്ദാക്കിയത്രേ. ഏത് കോടതിക്കും മേലെ ഒരു ദൈവം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അച്ഛന്മാരെ? പക്ഷേ പുറത്തിറങ്ങിയാല് പഴയ സ്നേഹങ്ങളോട് ഉണ്ടാവുന്ന എന്റെ പേടി. അതിന് നമ്മൾ എന്ത് തെറ്റാ ആ മനുഷ്യനോട് ചെയ്ത്? ഈ 4 കൊല്ലത്തിനടിക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയുണ്ടോ ദേവേട്ടനെ? നീ പറഞ്ഞാൽ ഇത്തിരി സത്യമുണ്ട് വാസു. തെറ്റ് തന്നെ നമ്മൾ ചെയ്ത്. ഒരിക്കലും അല്ല അച്ഛന്മാരെ. കാട് കുലിക്ക് നടന്ന ആ ഒറ്റക്കൊമ്പന് ഒരു വാരിക്കുഴി വീണ് പിടയുമ്പോ അത് കണ്ടു നിൽക്കാനുള്ള മനക്കരുത്തില്ലാഞ്ഞിട്ടല്ലേ നമ്മൾ പോവാതിരുന്നത്. എല്ലാ സങ്കടങ്ങളും ചെന്ന് പറഞ്ഞ മാപ്പ് തരാണ്ടിരിക്കില്ല ദേവേട്ടൻ. എന്തിനാ കുട്ടിയെ? എന്റെ കുട്ടി തെറ്റ് ചെയ്തു ഈശ്വരൻ വന്ന് പറഞ്ഞാലും വിശ്വസിക്കില്ല അമ്മ. ഇനി ഒരിക്കലും മൂകാംബിയെ കാണാൻ കഴിയുമെന്ന് കരുതിയതല്ല. ഏത് ജന്മാന്തര സുഹൃതം കൊണ്ടാണ് ഈശ്വര വീണ്ടും. കരയില്ല. 4 കൊല്ലം നിനക്ക് വേണ്ടി കരഞ്ഞു കഴിഞ്ഞവളായി അമ്മ. ഞങ്ങൾ ഇറങ്ങുന്നു. നീ ഇത്തിരി വിശ്രമിക്ക്. വന്ന് കണ്ടോളാം. പിന്നെ എന്നെ ഓർത്ത് നെഞ്ചു പൊട്ടിയിട്ട് കണ്ണടച്ചത്. എന്റെ കുട്ടി എല്ലാത്തിനും പ്രായശ്ചിത്തം ചെയ്യണം. അവള് പോയതോടെ ഈ വീട്ടിലെ വിളക്ക് കിട്ടും. നീ എന്തെങ്കിലും ഒന്ന് മിണ്ടന്റെ അപ്പുവേ. എത്ര കാലം കൂടിയിട്ട് കേറി വന്നതാ നീയെ? ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടന്നോളൂ. മോളത്തെ മുറിയിൽ വിരിച്ചിട്ടുണ്ട്. വേണ്ട, അവിടെ കിടന്നാല് ഓരോന്നോർത്ത് ഉറക്കം കിട്ടും. അതിന് നീ ഒന്നും ഓർക്കണ്ട. ഈ കിട്ടിയതൊരു പുനർജന്മാണ് ഞങ്ങളുടെ ധരിക്കുക. പല്ലാവൂരപ്പൻ ശീവേലി കുട്ടിക്കൊണ്ടിരിക്കുമ്പോഴാ ആശാൻ തളർന്നു വീണത്. കണ്ണടയ്ക്കാൻ നേരത്തും മോനെ കുറിച്ച് സങ്കടപ്പെടുണ്ടായി. അങ്ങനെ കുട്ടിയെ കുമാരൻ അറിഞ്ഞു. പുണ്യം അവൻ ചെയ്തതേ. ആ കയറിയിരിക്ക. നമ്മോട് എല്ലാവർക്കും ചായ എടുക്കാൻ പറയും കുഞ്ഞിരാമേട്ട. എന്താ ഒരു ചൂട്! കുംഭമാസം പറഞ്ഞിട്ടില്ല, അപ്പോഴേക്കും കത്തുക ഭൂമി. എങ്ങനെ കത്താണ്ടിരിക്കാ മോഹനേട്ടാ? എന്നെ പോലെയുള്ള മഹാഭാവികളല്ലേ ഈ ഭൂമിയിൽ ജീവിക്കണേ. ഇനി
ഞങ്ങൾ വന്ന കാര്യം അങ്ങോട്ട് പറയാൻ. ആലങ്കോടം തന്നെ അങ്ങോട്ട് തുടങ്ങിക്കോളൂ. ആ, ഒരു മാസം എന്ന് വെച്ചാ എണ്ണിപ്പെറുക്കി നാളെ മറ്റന്നാളാണ്ട് കഴിയും. ഇനിയിപ്പോ അടുത്ത പരോള് എപ്പോഴാ എങ്ങനെയാണോ കാര് കണ്ടു. പൂരക്കാലം തുടങ്ങാൻ പോവല്ലേ. ജയിലിലേക്ക് മടങ്ങിപ്പോണതിന് മുമ്പ് 1-2 ഒരു പ്രയോഗം ആയാലോ? എന്താ ഒന്നും പറയാത്തത്? വേണ്ട, ദേവനാരായണൻ കുട്ടി നിർത്തി. എന്റെ മനസ്സ് താളപ്രകരണങ്ങളൊക്കെ മറന്നിരിക്കുന്നു. ചോര പുരണ്ട ഈ കയ്യിൽ ഇനി കോലുറക്കില്ല. ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ മനസ്സിലിനി ബാക്കി. ചെയ്തു പോയ തെറ്റിനൊക്കെ പ്രായശ്ചിത്തം ചെയ്ത് തിരിച്ചു പോകും. വെയ്യൂർക്കല്ല, ജനിച്ചുപോയവരൊക്കെ ദീർഘനാളത്തെ പരോളം കഴിഞ്ഞ് മടങ്ങിച്ചെല്ലാൻ വിധിക്കപ്പെട്ട ആ കറുത്ത കാരാഗ്രഹത്തിലേക്ക്, മരണത്തിലേക്ക്. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്തു തീർക്കാനുണ്ട്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ചെയ്തിട്ടില്ലാത്ത ആ ഒരു തെറ്റ്. അതിന്റെ സത്യം എനിക്കറിയണം. ഹരിനാരായണ ഗോവിന്ദ, ജയനാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയനാരായണ, ഹരി ഗോവിന്ദ ഗോവിന്ദ. കരളിൽ വിവേകം കൂടാതെ കണ്ടറ നിമിഷം ബത കളയരുതാരും. മരണം വന്നുമിനിയെന്നു നിനച്ചിക കരുതുക സതതം. നാരായണ ജയ. കോപം കൊണ്ടു ശപിക്കരുതാരും. ഭഗവന്മയമെന്നോർക്ക സമസ്തം. ജനിമരണങ്ങളെനിക്കിനി വേണ്ട. പരിപാലയമാ നാരായണ ജയ. ഹരിനാരായണ ഗോവിന്ദ, വേണ്ട, മനസ്സൊന്ന് തണുപ്പിക്കട്ടെ എന്റെ കുട്ടി. ഭക്തജനങ്ങളെ, നാളെ
വന്ന് പൊതുവാളെ ചെണ്ടപ്പുറത്ത് ചതിയും കള്ളവുമില്ല. നേരെ നിന്ന് കൊട്ടിത്തോൽപ്പിച്ചാൽ ദേവനാരായണൻ അടിയറവ് പറയും. വേണ്ടി വന്ന ക്ഷൗരം ചെയ്തു തരും. തന്തയില്ലാതെ കാണിച്ചാലുണ്ടല്ലോ വിട്ടു ഞാനീ കയ്യ്. വരാ വണ്ടി എടുക്ക്. ഒന്ന് ഓഫീസ് വരെ വന്ന് ആ വൗച്ചറിൽ ഉറപ്പിട്ടാൽ വേണ്ടെനിക്ക് പ്രതിഫലം. അത് ഈ കള്ളപ്പൊതുവാളുടെ ശവസംസ്കാരത്തിന് എന്റെ വക സംഭാവനയായിട്ട് ചുറ്റെഴുതിക്കോളൂ. വരിക. സത്യം പറഞ്ഞ പൂരം കാണാനോ പഞ്ചാരി മേളം കേൾക്കാനോ അല്ല മലമക്കാവിൽ ആള് കൂടിയത്. പിന്നെ ദേവേട്ടന്റെ ഒരു ശാസ്ത്രം ഉണ്ടല്ലോ. എന്താ ശാസ്ത്രം? അതേനെ ഒരു ടൈം കഴിഞ്ഞാ ഒരു തല്ലി. ആ ശാസ്ത്രം അതായത് ഈ പുട്ടിന് തേങ്ങയിടുന്ന പോലെ ഒരു തായമ്പക ഒരു തല്ല്, ഒരു തായമ്പക ഒരു തല്ല്. ഒന്ന് പോടോ മാരാരെ. തൊഴിലിൽ കള്ളം കാണിക്കുന്നവൻ ആരായിരുന്നാലും ശരി, അവന് മാപ്പ് കൊടുക്കില്ല ദേവനാരായണൻ. തിരിയേഴും തെളിയുന്ന നിലവിളക്കിന് മുമ്പിൽ നിന്ന് സർവേശ്വരന്മാരെയും ധ്യാനിച്ച് ചെണ്ടയെടുത്ത് കൊട്ടാൻ തുടങ്ങിയാൽ കാലിന്റെ പെരുവരിൽ നിന്ന് തുടങ്ങും ഒരു തീപ്പൊരി കത്താൻ. പതികാലം കൊട്ടിക്കഴിഞ്ഞ് കൂറിലേക്ക് കടക്കുമ്പോ ആ തീപ്പൊരി ഒരു പന്തായിട്ട് നാഭി വഴി നെഞ്ചു വഴി മേലോട്ട് അങ്ങനെ കത്തിക്കയറും. ബ്രഹ്മസമാധി നിർവ്വാണം എന്നൊക്കെ കേട്ടില്ലേ മാരാരെ? അതാപ്പ സംഭവിക്കാം. ആ നിന്ന നിപ്പിൽ തന്നെ ഈ ഹൃദയമിടിപ്പിന്റെ തായമ്പക അങ്ങോട്ട് പൊട്ടി കലാശിച്ചു പോയാലും അറിയില്ല മാരാരെ ഞാൻ. ഒരു കുപ്പി കൊണ്ട് എടുക്കട്ടെ ദേവേട്ട? വേണ്ട, എനിക്കൊരു പുക മതി. പുക എവിടെ കിട്ടാൻ? വേണ്ട ദേവേട്ട, മതി. പോടാ പോടാ പോടാ. കുമാര, എന്തോ? 2 കുപ്പി നാടൻ വാറ്റും 1 പൊതി കഞ്ചാവും തലയ്ക്ക് പിടിച്ചാൽ അച്ചുതണ്ടിൽ നീ ഭൂമി വലിച്ച് പറിച്ചെടുത്ത് പുറങ്കാല് കൊണ്ട് തായമ്പക കൊട്ടും ദേവനാരായണൻ. മനസ്സിലായോ? അതെങ്ങനെയാണ്?